പുറത്ത് നമ്മളെ പൂച്ച കുഞ്ഞുങ്ങളുണ്ട്, അതുകൊണ്ട് അവൻ ഇങ്ങനെ പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. എടാ ഇങ്ങോട്ട് വാ, നമ്മൾ ഒന്നും വേണ്ട ഇപ്പൊ അവന്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഈ കള്ള മുഖം നോക്കണേ, നോക്കണേ, നോക്കണേ. നിങ്ങൾക്ക് പുറത്ത് പോണോ? അവിടെ 3 പൂച്ച കുഞ്ഞുങ്ങളും ഇറയവള് കളിപ്പിച്ചോണ്ടിരിപ്പുണ്ട്. അതുകൊണ്ട് അവിടെ ചെന്ന് മണം പിടിക്കുകയാണ്. ഇപ്പൊ പോവും, വീണ്ടും പോവേ. വാതിലിൽ പോയി കിടക്കാം. തുറന്നാ അപ്പ ചാടണം. അതെ, ചിരിക്കണണ്ട. മറ്റേ കള്ളച്ചിരി കാണിച്ചു തരാവേ. ഇങ്ങനെയാണേ. എന്നെ ഒന്ന് തുറന്നു വിട്ടേക്ക് കള്ള. എടാ കള്ള. അയ്യോ അയ്യോ അയ്യോ, ഇതെന്തുവാ? എന്തുവാ എന്തുവാ? നിനക്ക് പുറത്ത് പോണോ? എന്നെ ഒന്ന് വാതിൻ്റെ അടുത്ത് കാവിലിരിക്കണമേ. അവൻ്റെ സന്തോഷം കണ്ട. പുറത്ത് പൂച്ചയുള്ളതുകൊണ്ട് പൂച്ച കുഞ്ഞുങ്ങളെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാം, പൂച്ചയൊക്കെ അങ്ങനെയല്ല. പൂച്ച കുഞ്ഞുങ്ങൾ ഇവനെ കാണുമ്പോൾ ഇങ്ങനെ ചീറിക്കൊണ്ടിരിക്കും. അപ്പോഴും അവന് ദേഷ്യം വരും. അയ്യോടാ വിഷമം. ഇനി നോക്കണേ അവൻ്റെ വിഷമം കാണാൻ നോക്കി. നിനക്ക് പോകണ്ടേ? ഞാൻ ഇനി ഇങ്ങനെ തുറക്കണമെങ്കിൽ അവൻ ഇങ്ങനെ എൻ്റെ കണ്ട താക്കോല് തുറക്കണം നോക്കിയിരിക്കണേ. പോണോടാ, നോക്കടാ. എടാ എൻ്റെ മുന്നേ, എൻ്റെ ഗുണ്ടുവേ. ഇപ്പം എങ്ങനെ തിരിഞ്ഞു നോക്കിയല്ല, അത് മതി. നിന്നെയാണ് ഇവിടെ നമ്മൾ പറയണത്, നിന്നെക്കുറിച്ച് മാത്രം. ഇങ്ങോട്ട് നോക്കുവോ? ഹലോ കുണ്ടുവേ. ശ്രീകുട്ടി, നമ്മളെ ധർമ്മല ചേച്ചി പറഞ്ഞ എന്താണെന്ന് അറിയോ? അവർക്ക് 6 വർഷമായിട്ട് അവർക്കൊരു അമ്മുക്കുട്ടി ഉണ്ടായിരുന്നേ. അപ്പം അവരെ വിഷമങ്ങളും ഒറ്റപ്പെടലും എല്ലാം മാറിയത് ഈ അമ്മുക്കുട്ടി ഉള്ളതുകൊണ്ടായിരുന്നു. അയ്യോടാ, കാവല് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ബിന്ദു ആൻറ്റിക്ക് എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോ? ഞാൻ കമന്റ് കണ്ടായിരുന്നേ. എനിക്ക് നേരിട്ട് ഇതുപോലെ ഒരു വീഡിയോ ഇട്ട് ചോദിക്കണമെന്നായിരുന്നു. കാരണം കമന്റ് ഇട്ട് ചോദിച്ചാൽ ആ ഒരു ഇത് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ബിന്ദു ആൻറ്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, സുഖമായോ? കാലിനൊക്കെ എങ്ങനെയാ? എന്ത് പറ്റിയതാ കാലിന്? അടിച്ചു പൊളിക്കാൻ വന്നിട്ട് ആന്റി പോയതിന് ശേഷം ഇവിടെ മഴയേ ഇല്ല. ഇവിടെ പോയില്ലടി, കാല് വയ്യാത്തത് കൊണ്ട് പോയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്?